പാർവതിക്ക് എന്റെ മനസ്സിൽ അത്രയും വലിയ സ്ഥാനം ഞാൻ കൊടുത്തത്. അതിന്റെ വേദന നിനക്കൊരിക്കലും മനസ്സിലാവില്ല. അത് സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാനിന്ന് സാർ ഇങ്ങനെ തകർന്നു പോകരുത്. ഒരു പ്രണയ നൈരാശ്യം സംഭവിച്ചു എന്ന് കരുതി എല്ലാം നഷ്ടപ്പെട്ടതുപോലെ പെരുമാറരുത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പ്രിയ. എന്റെ ഫ്രണ്ട്സ് പറയാറുണ്ട് ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്, കൈ നിറയെ കാശുണ്ട്, കാണാൻ സ്മാർട്ടാണെന്നൊക്കെ. പക്ഷെ അതെല്ലാം ഉണ്ടായിട്ടും പാർവതി എന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞപ്പോ എനിക്കെല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. നമ്മളെ സ്നേഹിക്കുന്നവര് തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നതാ ഏറ്റവും വലിയ ഭാഗ്യം. അതില്ലാത്തവർക്ക് എന്തൊക്കെ ഉണ്ടായാലും ഒരു കാര്യമില്ല. ഞാനിനി ജീവിതത്തിൽ എന്തൊക്കെ നേടിയാലും പാർവതി എനിക്ക് നഷ്ടപ്പെട്ടില്ലേ. ഞാൻ തോറ്റുപോയി പ്രിയ. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ കാശും സ്റ്റാറ്റസും കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പാർവതിയെ പോലൊരു പെൺകുട്ടി കാശില്ലെങ്കിലും അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കൂ. അങ്ങനെ ഒരു പയ്യനെ അവളുടെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ച അവന് വേണ്ടി അവള് ഈ ലോകത്തെ മുഴുവൻ എതിർക്കും. എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ നിൽക്കും. പാർവതിയുടെ വിശ്വാസം നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയൊന്നും ഇല്ല സർ. അങ്ങനെ തന്നെയാ. എന്റെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പാർവതി എന്നെ റിജക്ട് ചെയ്യോ? ഞാൻ തോറ്റുപോയി. സർ പ്ലീസ് സർ, കരയരുത്. ഒരു പെൺകുട്ടി റിജക്ട് ചെയ്തു എന്ന് വെച്ച് സാറ് തോറ്റുപോയെന്ന് അർത്ഥമില്ല. എനിക്ക് ഉറപ്പാ സാറിന് പാറുവിനേക്കാളും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് കിട്ടും. എന്റെ ജീവിതത്തിലേക്ക് ആര് വന്നാലും പാർവതിക്ക് പകരം ആവില്ല പ്രിയ. അവൾ എന്റെ ജീവനായിരുന്നു. അവൾ ഇല്ലാത്തോണ്ട് ഇനി ഈ ജീവിതത്തിന് ഒരർത്ഥവും. എനിക്കെല്ലാം അവസാനിപ്പിക്കണം. സാർ എന്തൊക്കെയായി പറയുന്നേ? എല്ലാം അവസാനിച്ചു പാർവതി. ഐ ലവ് യു പാർവതി. ഐ ലവ് യു പാർവതി. കൈകോർക്കലല്ലാതെ മാർഗങ്ങളില്ല എന്നീ ഭൂവിൽ വേറെ. താരാട്ടിൻ തേങ്ങൽ തരിമാറുന്നേയില്ല. ഇതിനില്ലേ അന്ത്യം? നീ തളരല്ലേ തെല്ലും. ഇനിയും നാം തനിയെ അലയാതെ പെരുവഴിയെ പേരറിയാതെ. സാർ ഇങ്ങനെ വേദനിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എല്ലാ സത്യവും മറയ്ക്കാൻ ശ്രമിച്ചത്. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ നാട് വിട്ടു പോകാൻ ഒരുങ്ങിയത്. പക്ഷെ ദൈവം എന്നെയും പാറുവിനെയും ഒന്നിപ്പിച്ചു. അതേ ദൈവം സാറിനും ഈ വേദന സഹിക്കാനുള്ള ശക്തി തരും. എന്നോട് ക്ഷമിക്കണം സർ. ശരി, ഞാൻ വിളിക്കാം. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല,
ഇനി വൈകിപ്പിക്കണ്ട. പോലീസിനെ വിവരം അറിയിക്കാം. പോലീസിനെ ഇതിലേക്ക് വലിച്ചഴിച്ച പാർട്ടിയിൽ നടന്നതിനെ കുറിച്ചെല്ലാം അന്വേഷിക്കും. അത് നിനക്ക് ഓക്കെയാണോ? പാർവതിയെക്കുറിച്ചും അവൾക്കെതിരെ നടന്ന അക്രമത്തെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കും.